ഹായ്. വീണ വിജയൻ്റെ കമ്പനി നടത്തിയ അഴിമതിയും അതിനെ റിലേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ചധികം നാടകങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. സോ തീർച്ചയായിട്ടും എനിക്ക് കുറേ ഒബ്ജക്ഷൻ ഉണ്ട്. ഞാൻ വിശദമായിട്ട് ഒരു ലൈവ് ചെയ്തിട്ടിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ആ ലൈവിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. വിഷയം ഇത്രയേ ഉള്ളൂ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭാവിയായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് വേണ്ടി എന്തൊക്കെയോ വളച്ചൊടിക്കുകയും എത്തിക്സ് ഇല്ലാത്ത പെരുമാറുകയും ചെയ്യുന്നതായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ വീണ വിജയൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ പാർട്ടിയിലുള്ള മറ്റുള്ളവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുന്നത് വീണ വിജയൻ്റെയും അവരുടെ അച്ഛൻ്റെ അതായത് പിണറായി വിജയൻ്റെയും കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രവുമല്ല നമ്മൾക്കൊക്കെ ഫേവറായി നിന്നിരുന്ന ഒരു നിയമം IT സെക്ഷൻ എടുത്തു മാറ്റി പകരം അത് അവരുടെ സൈബർ സഖാക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി നിർത്തി മറ്റൊരു ടേമിലേക്ക് അത് കൊണ്ടുപോവുകയും ഇപ്പോഴത്തെ സൈബർ സെല്ല് വളരെ കാര്യശേഷി ഇല്ലാത്ത ഒരെണ്ണമാക്കി മാറ്റുകയും ചെയ്ത ഒരു രീതി ഇവിടെയുണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളവർക്ക് CIയോട് റിക്വസ്റ്റ് ചെയ്ത് CIയുടെ ഒരു പെർമിഷനോട് കൂടി കേസെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചില കാര്യങ്ങൾ അതിനകത്ത് ക്രയവിക്രയങ്ങൾ നടത്തി വെച്ചിട്ടുണ്ട്. സോ ഇത് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ കാണുന്നുണ്ട് സൈബർ ആക്രമണങ്ങളും അതിനോടനുബന്ധിച്ച് ഞാൻ അനുഭവിക്കുന്ന പ്രോബ്ലംസും. സോ അതിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വശം അതിനകത്തുണ്ടെന്നുള്ളത് കൊണ്ട് ഞാനത് നിങ്ങളോട് ഒന്ന് പറഞ്ഞതാണ്. ഫാസിസം ഉണ്ട് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ പാർട്ടിയുടെ ഫാസിസ മെൻറ്റാലിറ്റിയാണ് ഇതിനകത്ത് ഞാൻ തുറന്നു കാണിക്കുന്നത്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങളത് ആ വിവരണം കേൾക്കുകയും എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് എനിക്ക് കമൻറ്റിൽ കൂടെ പറയുകയും വേണം. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. വീണ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റു പാർട്ടിക്കാർ അവരവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഫേവറിസം അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയാണ്. പാർട്ടിക്കാരിയായ എനിക്ക് അത് തീർത്തും വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ പാർട്ടിയെ ഈ രീതിയിൽ വലിച്ചു കീറപ്പെടാൻ ഇങ്ങനെയുള്ള ഒരു ആൾ കാരണമാകുന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പാർട്ടി തന്നെ നിഷ്കർഷിക്കണം. മാത്രവുമല്ല, തെറ്റ് ചെയ്യപ്പെട്ടത് ആരാണോ അവർക്ക് വേണ്ടിയാണ്, അവരുടെ നേരെയാണ് കല്ലേറി വരേണ്ടത്, പാർട്ടിക്കെതിരെയല്ല. പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിയോ അതിനെതിരെ ആക്ഷനോ ഉണ്ടാകാത്തടുത്ത് ഒന്നും പറയാനില്ല. അച്യുതാനന്ദൻ സർക്കാർ ആയിരുന്ന സമയത്ത് പോലും ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ഒരാളിൽ നിന്ന് ഉണ്ടാകാത്തത് നിരാശാജനകം തന്നെയാണ്. പറയുന്ന രീതിയിൽ ആളുകൾ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ പറയുന്ന രീതിയിലുള്ള ധൂർത്തും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കുറേയധികം പ്രഹസനങ്ങളും കാണുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് വീണ്ടും ഇരുത്തി ചിന്തിക്കാനും ഒന്നുകൂടെ വിലയിരുത്താനും നിർബന്ധിക്കുകയാണ്. സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിർബന്ധമായും ഇതിനകത്ത് അനീതി നടക്കുന്നുണ്ട്. മാത്രവുമല്ല, വീണയുടെ പോക്കറ്റ് നിറയ്ക്കുക എന്നുള്ളത് നമ്മളുടെ ആരുടെ ഉദ്ദേശ ലക്ഷ്യമല്ല. വീണയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയുക എന്നുള്ളത് എൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ചെയ്യുന്നത് എന്നെയും കൂടെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അഭിപ്രായം പറയുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.